സ്പൂണൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് എടുക്കുന്നത് നല്ലത്. കാരണം എന്ന് വെച്ചാൽ മുള്ള് സ്പൂൺ വെച്ചാണെങ്കിൽ മുള്ളും കൂടെ വായിൽ വരും. നമസ്കാരം. നമ്മൾ ഇന്ന് ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിലേക്കല്ല, ബീച്ചിനടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക്. അവിടെ പോയി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നാളെ രാവിലെ തിരിച്ചു പോരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പോകാനുള്ള കാരണം കെയാറയുടെ ബർത്ത്ഡേ ആണ്. കെയാറ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഇളയ മോള്, ഇവളുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നു. അവിടെ പോയി എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അതൊക്കെ അനുസരിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ചെറായി എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് അധികം ദൂരമില്ല. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് എത്താവുന്ന ഒരു സ്ഥലമാണ് ചെറായി. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ ഡ്രൈവ് ചെയ്ത് അങ്ങനെ ചെറായി ബീച്ച് വരെ എത്തി. അതിന് മുമ്പ് തന്നെ നമ്മൾ താമസിക്കാനുള്ള റിസോർട്ട് ക്ലോസ് ചെയ്തു. ഞാൻ വിചാരിച്ചു അതിലൊന്ന് ബീച്ചിൽ പോയിട്ട് നമുക്ക് വീണ്ടും റിസോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിൽ വന്നപ്പം ബീച്ചിൽ നല്ല തിരക്കാണ്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇത് ശനിയാഴ്ച ആയതുകൊണ്ട് ഓഫ് ഡേ ആണ്. എല്ലാവരും വൈകുന്നേരം ബീച്ചിലൊക്കെ വന്നിരിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ റിസോർട്ടിലെത്തി. ഇവിടുന്ന് തന്നെ സ്കൈ കാണാനായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ കടൽ തീരത്തല്ല താമസിക്കുന്നത്, കായലിന്റെ തീരത്താണ് താമസിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ലൈവ് പോയതേ ഉള്ളൂ. ലൈവ് പോയപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സിനെ കണ്ടിരുന്നു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് ഇവിടെ താമസിച്ച് ഇവിടുത്തെ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെ രാവിലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് അതിനെ പൊരിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം. അതുപോലെ നമ്മുടെ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ട്, കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് Canon G7X Mark II എന്ന് പറഞ്ഞ Canon G7X Mark II എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. അതുപോലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചോദിച്ചിട്ടുണ്ട്. ഞാനല്ല എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സുരഭി എന്ന നമ്മുടെ ഒരു സ്റ്റാഫാണ്. താങ്ക്സ് ടു സുരഭി. പുള്ളിക്കാരത്ത് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക്സ്. അതുപോലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ മൊവാവി എന്ന് പറഞ്ഞൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ബിഗിനേഴ്സിനാണേലും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണേലും ഉപയോഗിക്കാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഇന്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഈസി ടു യൂസ് സോഫ്റ്റ്വെയർ. പുതിയ വ്ളോഗേഴ്സിന്
സ്റ്റാർട്ടിംഗ് സ്റ്റേജിലോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഈ മൊവാവി. ഈ മൊവാവിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ളോഗിങ്ങിന് പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് മൊവാവിയിൽ നിന്ന് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട് മൊവാവിയിൽ. കൂടാതെ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സും ട്രാൻസിഷൻസും ടൈറ്റിൽസും ഒക്കെ മൊവാവി തരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ക്രോമ കീ ടൂളുണ്ട്. അത് നമ്മളൊരു ഫുഡ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അതാണ് മൊവാവി സോഫ്റ്റ്വെയറിനെ കുറിച്ച് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ എന്ത് ഫുഡാണ് ഇപ്പൊ തൽക്കാലത്തേന് കിട്ടാൻ പറ്റുക എന്ന് നോക്കാം. റിസോർട്ട് അപ്പുറത്താണ്, ഇത് റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് KRAയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണം. കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് പോന്നിരുന്നു. അപ്പോൾ അത് റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡിൻ്റെ പ്രിപ്പറേഷനും ഫുഡ് കഴിക്കുന്നതും കുറച്ച് വീഡിയോസ് എടുക്കാം. Happy birthday to you. Happy birthday to you. കേക്ക് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇവരുടെ കിച്ചണകത്ത് കയറി മീൻ പൊള്ളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മീൻ പൊള്ളിക്കാനായിട്ട് കരിമീനെ ആദ്യം വറുത്തെടുക്കും. വറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വാഴയിലയിൽ മസാലയൊക്കെ ചേർത്ത് വെച്ച് കെട്ടി ഒന്നുകൂടെ ചുട്ടെടുക്കുന്നത്, പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കരിമീനെ വറുത്തെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ കരിമീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊള്ളിക്കാനായിട്ടുള്ള മസാലകളാണിത്. ഇനിയിപ്പോൾ അത് വാഴയിലയിൽ വെച്ച് പൊതിയാണ്. മസാല എല്ലാം അതിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വാഴയിലയിൽ വെച്ച് പൊതിഞ്ഞതിന് ശേഷം പാൻ ഗ്രില്ല് ചെയ്യാണ്. ഒരു 5-8 മിനിറ്റ് ഇരുന്ന് കാണും. ഇനിയിപ്പോൾ അത് മറിച്ച് വെക്കണം. അടിഭാഗം ഒന്ന് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കണം. ഇതിപ്പോൾ റെഡിയായി. തീ ഓഫ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. കടലോരം പ്രോൺസിന് അധികം ഗ്രേവി ഇല്ല. ഒരു സ്വല്പം ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു സ്വല്പം ഗ്രേവി വേണം. കാരണം അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു സ്വല്പം ഗ്രേവി ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത് ഇച്ചിരി ഗ്രേവി ആക്കി തരും. ഈ കടലോരം സ്പെഷ്യൽ ഷ്രിംസ് എന്ന് പറയുന്നത് പൊതുവെ ഡ്രൈ ആണ്. ഇത് ശരിക്കും ഡ്രൈ തന്നെയാണ്. നമുക്ക് കാണാം. ഇതാണ് ഇവരുടെ അസൽ കടലോരം സ്പെഷ്യൽ ഷ്രിംസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്, ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് അവർ തന്നതാണ്. അവരുടെ ശരിയായ ഷ്രിംസ് എങ്ങനെയാണെന്ന് ഒന്ന് രുചിച്ച് നോക്കാൻ. ശരിക്കും ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ജിഞ്ചറിൻ്റെ നല്ല ഫീലിംഗ്, ജിഞ്ചർ പേസ്റ്റ് നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട് അല്ലേ ചേച്ചി? അപ്പോൾ ജിഞ്ചറിൻ്റെ നല്ല ആ ജിഞ്ചറിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, അത് നന്നായി നമുക്ക് നാവിൽ വരും. അതുപോലെ തന്നെ സവോളയും ടൊമാറ്റോയും അതിൻ്റെ കൂടിയൊരു മിശ്രിത ടേസ്റ്റും വരുന്നുണ്ട്. സംഭവങ്ങളാണ്. ഒരു സ്വല്പം പുളി ചേർത്തിട്ടുള്ളതുകൊണ്ട് ചെറിയ പുളിയും വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ചുമ്മാ
ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അടിപൊളി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാം. പക്ഷേ ഞങ്ങൾ പറഞ്ഞു കായലിൻ്റെ അടുത്തിരുന്ന് ആ ചെറിയ കാറ്റുമൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കായലിൻ്റെ അടുത്ത് ചെറിയൊരു കോട്ടേജ് അല്ല, ഒരു ചെറിയ ഹട്ട് പോലുണ്ട്. ഇവിടെ ഇരുന്നാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നത്. അത് കരിമീൻ പൊള്ളിച്ചതും കൂടെ പ്രോൺസ്, കടലോരം പ്രോൺസും, അതാണ് നമ്മൾ ചെയ്യുന്നത്. കടലോരം പ്രോൺസ്, അപ്പം, അതുപോലെ തന്നെ മീൻ പൊള്ളിച്ചത്, കരിമീൻ പൊള്ളിച്ചത്, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആദ്യം സ്വല്പം കടലോരം പ്രോൺസ് മോഡിഫൈഡ് വേർഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് അത് ഗ്രേവി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ രുചി സ്പെഷ്യലായിട്ടുണ്ടാവും അതിൽ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ചെമ്മീനാണ്, കൊഞ്ചല്ല, ചെമ്മീൻ ആ കൂടെ തന്നെ മസാലയാക്കി കടലോരം സ്പെഷ്യൽ ചെമ്മീൻ കറി. അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത് ആ അപ്പത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെ ഒരു തീർത്തും കുറവല്ല, ഒരു മീഡിയത്തിലൊരു സ്വല്പം കൂടി നിൽക്കും എരിവ്. ഒരു സ്വല്പം ചെമ്മീൻ നമുക്ക് ഇവക്ക് കൊടുത്തു നോക്കാം. ഒരു എരിവ് സ്വല്പം കൂടുതലുണ്ട്. ഇവിടെ എന്ത് പറയുമെന്ന് നോക്കാം. എരിവാണോ? ബർത്ത്ഡേ ബേബിക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഞാനിതിൻ്റെ ഗ്രേവി എല്ലാം എൻ്റെ അപ്പത്തിൽ തന്നെ തൂത്ത് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഒരു സ്വല്പം എരിവ് കാണാൻ സാധ്യതയുണ്ട്. എരിവുണ്ടോ മോളെ? ഓക്കെ ആണോ? അവൾക്ക് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞ് അവൾ ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളേതായാലും കടലോരം സ്പെഷ്യൽ ചെമ്മീൻ കറി കഴിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ മീൻ പൊള്ളിച്ചതുകൊണ്ട് കരിമീൻ പൊള്ളിച്ച് അതും കഴിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെമ്മീൻ കഴിക്കാൻ പോയതുകൊണ്ട് ഇതിൻ്റെ ചൂട് ഒരു സ്വല്പം മാറിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. നല്ല വാസന, വാഴയില തുറന്നു കഴിയുമ്പോൾ ഉള്ള ആ ഒരു പ്രത്യേക വാസന ഉണ്ടല്ലോ, മസാലയും വാഴയിലയും കൂടെ കൂടിയ ഒരു വാസന, നല്ലൊരു വാസന. അപ്പം അതിൻ്റെ മേളിൽ ഒരു ടൊമാറ്റോ അതുപടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ സ്ലൈസ് അനിയൻ, സവാള അതുകൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ചേർത്ത മസാലകളാണ് ഇത്. കരിമീൻ പൊള്ളിച്ചതിൻ്റെ കരിമീൻ്റെ ഫ്ലഷ് ഉണ്ട്. അതിനകത്ത് നന്നായിട്ട് മസാല പിടിച്ചതാണ്. കാരണം പൊള്ളിച്ചെടുക്കുമ്പോഴത്തേന് അതിൻ്റെ ആ മസാല എല്ലാം പിടിക്കും. എന്താ പറയുക, കരിമീൻ്റെ ആ രുചി. എൻ്റെ മമ്മിക്ക് കരിമീൻ ഭയങ്കര ഇഷ്ടമാണ്. കരിമീൻ എന്ന് കേട്ടാൽ പുള്ളിക്കാരത്തേക്ക് വായിൽ വെള്ളം വരും. അതുപോലത്തെ ഇഷ്ടമാണ് കരിമീനോട്. എനിക്ക് കരിമീനോട് അത്ര പ്രിയമൊന്നുമില്ല, എങ്കിലും കരിമീൻ പൊള്ളിച്ചതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതെനിക്കിഷ്ടമാണ്. ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ട് വറുത്തതാണ്. വറുത്ത് കഴിഞ്ഞിട്ടാണ് പൊള്ളിക്കാനായിട്ട് മസാല എല്ലാം ചേർത്ത് വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് വെച്ചത്. അപ്പോൾ ആ വാഴയിലയുടെ ആ വാസനയും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഫ്ലഷിൽ വന്നിട്ടുണ്ട്. സ്പൂണൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് എടുക്കുന്നത് നല്ലത്. കാരണം എന്ന് വെച്ചാൽ സ്പൂൺ വെച്ചാണെങ്കിൽ മുള്ളും കൂടെ വായിൽ വരും. ഞങ്ങളേതായാലും ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ, എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും. രാവിലെ ഈ കായൽ തന്നെ ചൂണ്ടയിട്ട് ഏതെങ്കിലും മീനെ കിട്ടുമെന്ന് നോക്കണം. മീനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനോടൊക്കെ ചെയ്തിട്ട്
നാളെ കഴിഞ്ഞ് യാത്രയുള്ളതാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളും ഉണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോയിലില്ല. അടുത്ത ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വീഡിയോ വരും. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് ഇത് കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. ഫോർ ദ ടൈം ബീങ്, ഗുഡ് നൈറ്റ്.